ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾക്കൊരു ഭാരാവില്ല. അമ്മേ! വേണ്ട, നീ ഒരിടത്തേക്ക് പോണ്ട. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. നീ വേഗം കുളിച്ചു വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. അല്ല, കുളിച്ചിട്ട് വാ, കാപ്പി കുടിക്കാം. ഇതെന്താണെന്ന് മനസ്സിലായില്ല. തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാ. പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ സാറേ? പിന്നെ എന്നോട് എന്തിനാ ഇങ്ങനെ? പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് വെച്ച് ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് ആര് സമാധാനം പറയും? എനിക്കപ്പം വല്ല ഹാർട്ട് അറ്റാക്കും വന്നിരുന്നെങ്കിലും. എനിക്കിപ്പോ വല്ല ഹാർട്ട് അറ്റാക്ക് വന്നല്ലോ. തന്റെ ശവമടക്ക് ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തും. അത് ശരി. അപ്പോഴേ ഞാൻ ശരിയാക്കി തരാം. സാറൊന്ന് മുൻസീറ്റിലിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനൊരു ഡ്രൈവറാണെന്ന് കാണുന്നവർക്ക് തോന്നണ്ട. കാണുന്നവർക്ക് അങ്ങനെ തോന്നിയാൽ എന്താ കുഴപ്പം? അല്ല, അച്ഛൻ പേരെടുത്ത റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ, അളിയൻ എഞ്ചിനീയർ, ഹൗസ് വൈഫ് ആണെങ്കിലും ചേച്ചി പോസ്റ്റ് ഗ്രാജുവേറ്റാ, ഞാനൊരു MCA-ക്കാരൻ. അങ്ങനെയുള്ള ഒരാള് വെറും ഒരു ഡ്രൈവറാണെന്ന് കാണുന്നവർ വിചാരിച്ചാ. ഈ പാസിംഗിനിടയിൽ നിന്റെ കുടുംബചരിത്രം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നവര് നീ ഡ്രൈവർ ആയതങ്ങ് സഹിക്കും. അയ്യോ, ഇതല്ലേ? ഡ്രൈവറെ, യൂറിൻ പാസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. സോറി സാർ. വണ്ടി തിരിച്ചു പോട്ടെ. ബാങ്കിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ കാണിച്ചതിനുള്ള ശിക്ഷ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ജോലികൾ. സാറേ, പ്ലീസ് സാറേ, ഞാനൊന്ന് മര്യാദയ്ക്ക് നോട്ടെ. ചെയ്തോണ്ടിരുന്ന ജോലി ഇട്ടേച്ചു പോകാൻ തോന്നുമ്പോ നിനക്ക് ഈ നിൽപ്പ് ഓർമ്മ വരണം. എന്റെ പൊന്നു സാറേ, സത്യമായിട്ട് ഞാൻ ചത്തു. എനിക്കൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്? ഈശ്വരാ. ഇത് വേണ്ട. പിടിക്കേ. ഈ അച്ചാരം തൊട്ടേക്ക്. വേണ്ട. നക്കുന്ന ഈ മുട്ടയൊന്ന് കഴിച്ചു. വേണ്ട. കഴിക്കുന്ന ഈ സൽക്കാരം കൊണ്ടൊന്നും എന്റെ സങ്കടം തീരില്ല മോനെ. 2 ദിവസം സമയം കൂടി എനിക്ക് താ. ചേട്ടന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കും. അതിനുള്ള വർക്ക് ഞാൻ തുടങ്ങി കഴിഞ്ഞു. നിന്റെ ചേച്ചി വഴിയായിട്ടുള്ള വർക്കാണെങ്കിൽ എനിക്ക് വിശ്വാസമില്ല. നടന്ന് കഴിഞ്ഞാ വിശ്വാസാവോ? നോഴിക്ക് ആ ബോണറ്റും തുറന്നേ. നീ ആ 11